ഇതാണ് ആണിൻ്റെ ലക്ഷണം. ഇത് കണ്ടോ, ഇവിടെ 4 കാല്. എവിടെ? ബാക്ക് സൈഡിൽ. ഈ 2 കാലുകൾക്കിടയിലേക്ക് ഇവിടുന്ന് വയറ്റുന്ന് 4 കാല് പുറത്തു പോയിട്ടുണ്ടാവും. ഒരു വലിയ ആണ് അവിടെ ഉണ്ടായിരുന്നു. അത് അവരുടെ ബ്രീഡാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ട് ഇതിൽ. ഇത് ഈ സൈസ് അത് 600 വില. വേണ്ട വേണ്ട. ഇത് ബ്രീഡായതാണത്. ഓൾറെഡി ബ്രീഡിങ് ആണ് ഇവിടെ. ആണ് കുറച്ച് സൈസ് കൂടുതൽ അങ്ങനെ വേണ്ട. ഒന്നും കാണുന്നില്ല. ഇതൊക്കെ എന്നാണോ നല്ല കളർ കണ്ടിട്ട്? ഡ്രസ്സിലെ കളറാ. ഈ കളർ തന്നെ ഉള്ളൂ. ഇത് പെണ്ണ. ഇതിനാ കാലുണ്ടാവില്ലേ, നേരത്തെ കാണിച്ചെന്ന കാലുണ്ടല്ലേ? ഇതിനകത്ത് ഇവിടെ കാലുണ്ടാവില്ല. ഇത് മുട്ടകൾ ശേഖരിക്കാനുള്ളതാണ്. ഇത് ഏകദേശം ബ്രീഡിങ്ങിനായതാണ്. ഇത് വലുതായി വരുന്ന സമയത്ത് വയറിങ്ങനെ തിക്കി പുറത്തേക്ക് വരും. ഇതിപ്പോൾ എത്ര സമയം എടുക്കും ബ്രീഡാവാൻ? ഏകദേശം 1 മാസം പിടിക്കും. 1 മാസം കഴിഞ്ഞാൽ ഇതിന് ബ്രീഡിങ്ങിനൊരു. ഇത് സൈസ് കുറവല്ലാണ്, കുറച്ച് സൈസുകൾ കിട്ടിയാണ്. പെണ്ണ് നമ്മൾ ഫിക്സ് ആയി കഴിച്ചു. ഇത് പരസ്പരം ആക്രമിക്കുക അങ്ങനെയൊന്നുമില്ലല്ലോ? ഇല്ലല്ല. 2 ആണുങ്ങൾ തമ്മിൽ കണ്ടാൽ ഒരു കയ്യോ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വൈക്കും. എന്നാലും നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ 4 ആണേറ്റ വലുതുണ്ട്. ബ്രീഡിങ്ങിനായിട്ട് ഇട്ടാവൂല്ലേ? വേറെ ഉണ്ടല്ലോ കളറ്. ബ്ലൂ കളർ ഉണ്ട്. അത് ശരി. അതിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ആയില്ലല്ലേ? വേറെ ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ അത് ബ്രീഡായിട്ട് നമുക്ക് അതും കൊണ്ടുപോകാം. ബ്ലൂ കൊണ്ടൊരു വൈറ്റ് ഉണ്ട്. ഇത് മതി, ഒരു ജോഡി മതി. ഇതിന് തീറ്റ? ഇവർക്ക് തീറ്റ പച്ചക്കറി പറ്റും, ഫ്രൂട്ട്സ് പറ്റും. അത് ശരി. പിന്നെ മാംസങ്ങൾ കൊടുത്താൽ തിന്നും, മത്സ്യം കൊടുത്താൽ തിന്നും. മീനൊക്കെ കട്ട് ചെയ്താണ്ട് കൊടുക്കലുണ്ട്. ഏത് മീനാ? പിന്നെ ഇങ്ങനത്തെ പായലുകൾ തിന്നും. പായലിൽ അവർ നല്ല രീതിയിൽ കഴിക്കും. ഇതിൽ ഫൈറ്ററും ഉണ്ടോ? ഗൗരാമ്യം ഫൈറ്ററോ? ഫൈറ്റർ. ഇത് മീനെ തിന്നൂല? അപ്പോൾ ഈ മീനെ കിട്ടിയവർ പിടിച്ച് കഴിക്കും. റിങ് ഉണ്ട്, അതിലിട്ടാൽ അതിൽ അത്യാവശ്യം മീനുണ്ട്. ഗപ്പിയാണ്. അത് മൊത്തം തിന്ന് കൊടുക്കും അതോ? കൈ കിട്ടിയാലേ കഴിക്കുള്ളൂ. ഇവർ അങ്ങനെ പിടിക്കാനൊന്നും കഴിയില്ല അവർക്ക്. കാണില്ലല്ലോ. ഇവിടെ ഒന്നുണ്ട്. ഇത് പക്ഷെ വലുതായിരുന്നു. ഇത് വലുതല്ല. ഇതല്ല, കിട്ടിയോ? കളർ കുറച്ച് കുറവാണ്. അതോ ആണിന് യൂഷ്വലി ഈ കളർ കുറച്ച് കുറവായിരിക്കുമോ? ആണിന് കളർ കുറച്ച് കുറവായിരിക്കുമോ? ആണ് കളറൊക്കെ ഉണ്ടാവും, പക്ഷെ ആണ് വലിപ്പം കുറവായിരിക്കും. നല്ല തടി കളറ് പിന്നെ ഇനത്തിനനുസരിച്ചിരിക്കും. പിന്നെ കളർ വ്യത്യാസം വരും ടാങ്കുകൾ മാറുന്നതിനനുസരിച്ച്. ഇതുണ്ടാ ഒടിഞ്ഞോ? അങ്ങനെ ഓടിയൊന്നുമില്ല. ചെറുതാണ്. ഇതാണ് എൻ്റെ കാലുണ്ടല്ലേ. ഇനി ഇവിടെ ഇട്ട കളർ മാറ്റം വരും. ഇപ്പോൾ കളർ കുറച്ചുകൂടി കൂടിയില്ലേ? ഇതിലിപ്പോൾ നേരത്തെ പിടിച്ചാണോ വലിപ്പം കൂടുതൽ അതോ? ഇതാണ് ആണ്. 2 ആണ്, 2 പെണ്ണ്. ഇതിലേതാ വലിപ്പം? രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കളറുള്ള എടുത്തല്ലോ. അതിലേതാണ്ട് ഇതും അയ്യാറിന് ഇതല്ലേ? അതെ. 1 മാസം കഴിഞ്ഞാൽ ബ്രീഡാവുന്നാണ് ഇപ്പോൾ പറയണത്. നോക്കാം നമുക്ക്. നല്ല രീതിയിൽ പിന്നെ നിങ്ങൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് ബ്രീഡാവും. പിന്നെ ബ്രീഡിങ് അറിയോ? ബ്രീഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ മുട്ട ഇതിനകത്ത് ശേഖരിക്കുക ചെയ്യുക. ഇവിടെ 2 ഭാഗത്തോരോ
ചിറക് ഉണ്ടല്ലേ, ആ ചിറക് ബ്രീഡ് ഇത് ചിറക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മാത്രമല്ല, പക്ഷെ ബ്രീഡിങ്ങിനാകുമ്പോൾ നല്ല വിശറി പോലെ ഉണ്ടാവും. നമ്മൾ ബ്രീഡ് ചെയ്തതിന് ശേഷം കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട, അവരെ മാറ്റിയിട്ടാൽ മതി. ആരെ ഇവരെ ഇതാണല്ലേ ബ്രീഡിങ്ങിനായ ലക്ഷണമാണിത്. ഇതിലൊരു പതുപതുപ്പുണ്ട്, മുട്ട വരാനുള്ള ലക്ഷണമാണ്. അതായത് ബ്രീഡ് ചെയ്തതിന് ശേഷം ഇവർ ഇതിൽ നിറയെ മുട്ടയിടും. മുട്ട നമുക്ക് കാണും. അതിങ്ങനെ മുട്ടിട്ട് കഴിഞ്ഞാൽ കഴിയുന്നതും ഇവർ തമ്മിൽ അടുപ്പിക്കാൻ നിൽക്കരുത്, അത് മാറ്റിയിടുക. ഇവരെ ഇതേമാതിരി ബ്രാൻഡൊക്കെ ചെയ്തിട്ട് ഒരു ബോണ്ടിൽ ആ മുട്ട ഏകദേശം ബ്ലാക്ക് കളർ ആകുമ്പോൾ അവർ ഇങ്ങനെ വിശറി പോലെ ഇങ്ങനെ എല്ലാം വീശി കൊണ്ടേയിരിക്കും. വീശിയിട്ട് ഏകദേശം ഒരു 6-7 ദിവസം കഴിയുമ്പോഴേ മുട്ട വിരിയാൻ തുടങ്ങുള്ളൂ. മുട്ട വിരിഞ്ഞിട്ട് അതിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുക ചെയ്യുക. താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് നമ്മൾ നല്ല വെള്ളത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. അത് ഇതിന് ബ്രീഡിങ്ങിന് മാറ്റുന്ന ആ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ എന്താ പറയുക പിന്നെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വേറൊന്നൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ കുട്ടികൾ ചാവാൻ സാധ്യതയുണ്ട്. ആ മുട്ട ഉള്ള ആ വെള്ളത്തിൽ ഏകദേശം അങ്ങനെ നിർത്തുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ആ നീലേനൊന്നും കാണാൻ പറ്റുമോ?